ഈ ഒരു ചെയിൻ കണ്ടോ, ഇത് നല്ല ഏഡി സ്റ്റോണും പേളും കൂടെ. അതിൻ്റെ കമ്മലും സിമ്പിളുമാണ്, എന്നാൽ നല്ല ഷൈനിങ് ആയിട്ട്. ഒരു നൈറ്റ് ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴായാലും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെ കിട്ടുന്ന തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഓരോ കളക്ഷനും ഇതാ പേളിൻ്റെ അതേ പാറ്റേണിലേക്ക് സ്റ്റഡ് വരുന്നു. അതിൻ്റെ തന്നെ വേറൊരു പീസും കൂടെ അതെ പേള്. ഈ ഒരു ചെയിൻ നോക്കൂ, ഇത് എമറാൾഡിലാണ് വരണേ. ഇതിങ്ങനെ ഒരു ഡയമണ്ട് കട്ടാണ് വരണേ. ഇതാ ഇങ്ങനെ വരും. ശരിക്കും ഇത് തന്നെ ഇങ്ങനെ ഗോൾഡിൽ വരുന്ന ഒരു ഡിസൈനാണ്. ഈ ലേറ്റസ്റ്റായിട്ട് ഞാൻ ജോസ്കോ പോയപ്പോൾ ഇതിൻ്റെ നല്ല ഗോൾഡിൻ്റെ കണ്ടായിരുന്നു. ഇങ്ങനെ വരുന്നൊരു പാറ്റേൺ അതാണ്. എമറാൾഡാണ് താഴോട്ട് വരുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോഴേക്കും ഒന്ന് യെല്ലോ സഫയർ, ഒന്ന് റൂബി. ഇതാ റൂബി വരുന്നു. പിന്നെ ഇത് വന്നപ്പോൾ ബോട്ടിൽ ഗ്രീൻ മീൻസ് എമറാൾഡിൻ്റെ സ്റ്റോൺ. ഇത് യെല്ലോ സഫയർ. ഇതൊരു സിമ്പിൾ പാറ്റേൺ ആണ്. വീണ്ടും ഗോൾഡും സ്റ്റോണും കൂടെ, ഏഡി സ്റ്റോൺ. നമ്മളിപ്പോൾ ഈ ഇമിറ്റേഷൻസ് ആയാലും അതിലും ഒരു നല്ല പ്രൗഢിയോട് കൂടിയിട്ട് നമുക്ക് ഇട്ടിട്ട് പോകുമ്പോൾ അത്രയും അങ്ങോട്ട് ഇത് തോന്നാത്ത രീതിയിൽ ഇതൊക്കെ കണ്ട ആൻറ്റിക്കിൻ്റെ ഒരു കളക്ഷനാണ്. കണ്ട ആ ഒരു ചെയിൻ ഇങ്ങനെ ചെയിൻ തൂങ്ങി ഒരു ഹാങ്ങിങ് ലോക്കറ്റ് പോലെ ഉണ്ട്. അതോടൊപ്പം തന്നെ കഴുത്തിലേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ സ്റ്റോൺ ഒന്ന് വരുന്നത് റൂബി, നല്ല റൂബി. പിന്നെ കളർ ചേഞ്ച് വരുമ്പോഴേക്കും ഇത് ബ്ലൂ നാച്ചുറൽ സ്റ്റോൺസ് ആണിത്. കണ്ടോ, അധികം നല്ലൊരു ഭംഗിയുണ്ട്. ഏഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കഴിയുമ്പോഴേക്ക് ശരിക്കും ഗോൾഡിൽ വരുന്ന ആ സ്റ്റോണിൻ്റെ തന്നെ ഒരു ഷൈനിങ് ആണ്. ഇതെല്ലാം നമ്മളൊരു 1 ടൈം യൂസ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും ഒന്ന് നല്ല കോട്ടൺ തുണിയിലേക്ക് വൈപ്പ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നല്ല ലാസ്റ്റിങ് കിട്ടുന്ന ടൈപ്പാണിത്. ഇമിറ്റേഷൻസ് അല്ലേ. ഇത് കണ്ടോ, വീണ്ടും ആ ഒരു ബ്ലൂ, ഇന്ദ്രനീലം, അതിനെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്.